ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു സ്പെഷ്യൽ ബൈബിൾ പ്രോഗ്രാമാണ്. ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം. തന്നിരിക്കുന്ന 4 കാര്യങ്ങളിൽ 3 പരസ്പര ബന്ധമുള്ളതായിരിക്കും, ഒരെണ്ണം വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായിരിക്കുന്നത് കണ്ടെത്തുക. നമുക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് സിസ്റ്റർ ആൻസി ബിജു. ആദ്യത്തെ ചോദ്യം ഇതാണ്: രാഹാബ്, റിബേക്ക, താമാർ, രൂത്ത്, ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. അതായത് വ്യത്യസ്തമായ വ്യക്തിയെ കണ്ടെത്തുക. ഉത്തരം റിബേക്ക. മറ്റു 3 പേരും യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ട സ്ത്രീകളാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 3-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സോഫർ, എലീഫസ്, അരീദായി, വിൽദാദ്, ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം അരീദായി. ബാക്കി 3 പേരും ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം: ഗീഹോൻ, അബാന, ഫ്രാത്ത്, പീശോൻ, ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഒറ്റയാൻ, അബാന. മറ്റു 3 നദികൾ ഏദനിൽ നിന്ന് പുറപ്പെട്ട നദിയുടെ ശാഖാ നദികളാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: യാക്കോബ്, യൂദ, യോസെ, പത്രോസ്, ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം പത്രോസ്. മറ്റു 3 പേർ യേശുവിൻ്റെ സഹോദരന്മാർ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: യായിറോസിൻ്റെ കുഞ്ഞുമകൾ തബീഥ, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ ലാസർ, ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം തബീഥ. മറ്റു 3 പേരെ ഉയർപ്പിച്ചത് യേശുവാണ്. തബീഥയെ ഉയർപ്പിച്ചത് പത്രോസ്. ലൂക്കോസിന്റെ സുവിശേഷം 7:11, 15, 8:54, യോഹന്നാൻ 11:43, 44, പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: 200 അപ്പം, 200 അത്തിയട, 1 പറമിയവം, 100 ഉണക്കമുന്തിരിക്കുല, ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം 1 പറയവം. ബാക്കി 3 കൂട്ടങ്ങളും അബീഗയിൽ ദാവീദിന് കാഴ്ച കൊടുത്തതാണ്. 1 ശമൂവേൽ 25:18. അടുത്ത ചോദ്യം: പുറപ്പാട്, യോശുവ, ആവർത്തനം, സംഖ്യ, ഇതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം യോശുവ. മറ്റു 3 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടത്. യോശുവ ചരിത്ര പുസ്തകമാണ്. അടുത്ത ചോദ്യം: കിസിയ, കെദൂറ, യമീമ, കേരൻ, ഹപ്പൂക്ക്. ഉത്തരം കെദൂറ. മറ്റു 3 പേർ ഇയ്യോബിൻ്റെ പെൺമക്കളാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 42:14. അടുത്ത ചോദ്യം: കോതമ്പ്, യവം, മാവ്, തിന, ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് തിന. മഹനീയമിൽ എത്തിയ ദാവീദിനു കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ശോബി, മാഖീർ, ബെർസില്ലായി എന്നിവർ എത്തിച്ച ഭക്ഷണ സാധനങ്ങളാണ് മറ്റു 3. 2 ശമൂവേൽ 17:23. അടുത്ത ചോദ്യം: ഫിലിപ്പോസ്, നിക്കാനോർ, തീത്തോസ്, തീമോൻ, ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് തീത്തോസ്. മറ്റു 3 പേർ മേശമേൽ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം: മർക്കോസ്, പൗലോസ്, മത്തായി, ലൂക്കോസ്, ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പൗലോസ്. മറ്റു 3 പേർ സുവിശേഷം എഴുതിയവരാണ്. അടുത്ത ചോദ്യം: അഹീനോവം, അബീഗയിൽ, അബീശക്, മയഖ, ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അബീശക്. മറ്റു 3 പേർ ദാവീദിൻ്റെ ഭാര്യമാരായിരുന്നു. 2 ശമൂവേൽ 3:2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഇബ്സാൻ, യഹോശഫാത്ത്, ഏലോൻ,
അബ്ദോൻ. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് യഹോശാഫാത്ത്. മറ്റു 3 പേർ ന്യായാധിപന്മാർ. ന്യായാധിപന്മാരുടെ പുസ്തകം 12-3, 11, 13 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇയ്യോബ്, ദാനിയേൽ, യെശയ്യാവ്, സെഫന്യാവ്. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഇയ്യോബ്. മറ്റു 3 പേർ പ്രവാചകന്മാരാണ്. അടുത്ത ചോദ്യം, സങ്കീർത്തനങ്ങൾ 39, സങ്കീർത്തനങ്ങൾ 40, സങ്കീർത്തനങ്ങൾ 41, സങ്കീർത്തനങ്ങൾ 42. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് 42-ാം സങ്കീർത്തനം. മറ്റു 3 സങ്കീർത്തനങ്ങളും ദാവീദ് എഴുതിയത്. 42-ാം സങ്കീർത്തനം കോരഹ് പുത്രന്മാരുടേതാണ്. അടുത്ത ചോദ്യം, യാക്കോബ്, കേഫാവ്, യോഹന്നാൻ, പൗലോസ്. ഇവരിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പൗലോസ്. മറ്റു 3 പേർ യെരൂശലേം സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടവരായിരുന്നു. ഗലാത്യർ 2:9. അടുത്ത ചോദ്യം, വിശ്വാസം, സ്നേഹം, സമാധാനം, സൗമ്യത. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് വിശ്വാസം. മറ്റു 3 കാര്യങ്ങളും ആത്മാവിൻ്റെ ഫലത്തിൽ വരുന്നതാണ്. ഗലാത്യർ 5:22, 23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം, ഘനം 50 മുഴം. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഘനം 50 മുഴം. മറ്റളവുകൾ നോഹയുടെ പെട്ടകത്തിൻ്റെ ആയിരുന്നു. ഉൽപ്പത്തി 7:15. അടുത്ത ചോദ്യം, എഫെസോസ്, സർദീസ്, കൊലോസ്യ, ലവോദിക്യ. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സഭ ഏതാണ്? കൊലോസ്യ സഭയാണ് യോഹന്നാൻ ദൂത് എഴുതിയത്. മറ്റു 3 സഭകൾക്ക്. വെളിപ്പാട് പുസ്തകം 1:11. അടുത്ത ചോദ്യം, ഏലിയാബ്, യേഥേർ, അബീനാദാബ്, നഥനയേൽ. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് യേഥേർ. മറ്റു 3 പേർ ഇശായിയുടെ പുത്രന്മാരായിരുന്നു. 1 ദിനവൃത്താന്തം 2:12, 14 വാക്യങ്ങൾ. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.